ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്ന് നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊല്ലത്തൂടെ ഒരു നൈറ്റ് റൈഡിംഗ് ആണ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം കൊല്ലം ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബീച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഫ്ലൈ ഓവറിൻ്റെ താഴെ കുറച്ച് കാഴ്ചകൾ കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ആദ്യം കണ്ടതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ രൂപത്തിൽ കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മെറ്റൽ, സ്റ്റീലോ അലൂമിനിയം എന്ന് തോന്നുന്നു, എന്തുമല്ല സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പ്രത്യേക എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ചെസ് ബോർഡും കാര്യങ്ങളൊക്കെ തറയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെസ് ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ വലുപ്പത്തിലാണ് തറയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കളിക്കാനും അത് കാണാനും ഒരുപാട് പേരുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഗെയിംസ് അവിടെ നടക്കുന്നുണ്ട്. ഷട്ടിൽ ബാറ്റ്, അതുപോലെ തന്നെ വോളിബോൾ, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസ് ഉൾപ്പെടെ ഒത്തിരി ആൾക്കാരുണ്ട്. അത് വലിയ ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഈ കാണുന്ന ഫ്ലൈ ഓവറിന് താഴെ കുറച്ച് സ്ഥലമുണ്ട്. കുറച്ച് സ്ഥലമൊന്നുമല്ല, അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഉള്ള സ്ഥലത്ത് അവരെല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കിത് വൺ ഡേ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇതുപോലെ കൊല്ലത്ത് ബീച്ചിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കയറിയിട്ടൊന്ന് ഒരു കുറച്ച് നേരം നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിലാണ് കുട്ടികൾക്കുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉള്ള അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അത് കുറേ ഉണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിംസിനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം ബാംഗ്ലൂരൊക്കെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഇതുപോലുള്ള കുറേ കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തൂടെയാണ് റെയിൽപ്പാളം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ അയക്കുവാണെങ്കിൽ പോലും ട്രെയിൻ പോകുന്നതും വരുന്നത് കാണാനൊക്കെ അത് പ്രത്യേകിച്ച് നമുക്കൊരു രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു പുറപ്പാടിലാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന ടൈമിലാണെങ്കിൽ ആ മതിലയിലൊക്കെ കുറേ കാർട്ടൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് എടുത്ത് പറയാനെ കൊണ്ടെന്ന് പറയാൻ പ്രത്യേകം നല്ല രസവും ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വേണ്ട അവിടെ നേരെ ബീച്ചിലോട്ട് വന്നപ്പോഴത്തേന് ഏകദേശം നല്ലപോലെ ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ആൾക്കാർ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊല്ലം ബീച്ചിലോട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം കുറേ ദിവസം കൊണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തണം വിചാരിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ വരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്കെന്ന് പറഞ്ഞാൽ കണ്ടമാനം ബ്ലോക്കായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് മുന്നേ കണ്ട സ്ഥലം അത് അവിടെ കയറണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് വന്നില്ല. പക്ഷേ വന്ന വഴിക്ക് അങ്ങനെ ഒരാൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി അവിടെയും പോയി കുറേ സമയം അവിടെയും പോയി. അങ്ങനെ എന്തായാലും വന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞുകൊണ്ട് അതിനുശേഷം എന്നാൽ തിരമാല കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും തിരമാല ഭയങ്കര ശക്തിയായിട്ടുള്ള തിരമാല അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. കുറച്ച് ദൂരെ മാറി നമ്മൾ കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ടാണ്. കാര്യം എന്താ, എനിക്കൊന്ന് രാത്രി ആണ്ടെന്ന് എന്താ അറിയത്തില്ല, നമ്മൾ ഭയങ്കര രീതിക്ക് ശക്തിയായിട്ടാണ് അടിക്കുന്നത്. അത് മാത്രമല്ല, തണുത്ത കടൽക്കാറ്റ് നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ട് കുറേ നേരം തിരമാലയും കണ്ട് തണുത്ത കാറ്റൊക്കെ അടിച്ച് അങ്ങനെ ബീച്ചിൽ ചുറ്റി നടന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ വീണു. അങ്ങനെ നമ്മൾ കട തപ്പി നടന്നു കേട്ടോ. കട തപ്പി നടമ്പോൾ നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ അപ്പുറത്തെ സൈഡിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ എന്തും അറിയത്തില്ല, പക്ഷേ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കൊരു വൈബ് കിട്ടുന്നില്ല. അങ്ങനെ എന്തായാലും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ബേക്കറി ഐറ്റംസ്, അതുപോലെ ഉപ്പിലിട്ട മാങ്ങ ഐറ്റംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ട് നൈസായിട്ട് ലഘുവായിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു ശില്പം കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ കൊണ്ടൊക്കെ. അങ്ങനെ ഏകദേശമൊക്കെ അവിടുത്തെ ചുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലൊരു ഉത്സവ കാഴ്ചയൊക്കെ കണ്ട് കേട്ടോ. ചെണ്ടമേള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അത് കാണാം, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് ഏത് അമ്പലത്തിലെ പരിപാടിയെന്ന് അറിയത്തില്ല. നമ്മൾ വരുന്ന വഴിക്ക് വെച്ച് കണ്ടതാണ്. എന്തായാലും ചെണ്ടമേളമൊക്കെ കിടുവായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല രണ്ട് കുതിരയും കണ്ടു. അതുപോലെ തന്നെ പുറകിലോട്ട് കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട്. ഘോഷയാത്രയൊക്കെ നമുക്ക് കാണാനുള്ള ടൈം ഇല്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ വന്ന ആൾക്കാർ മുന്നോട്ട് വിട്ടടിച്ച് പോകുന്നു. അതുകൊണ്ട് അതേ നേരം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സ്വഭാവം അനുസരിച്ച്, കാരണം എവിടെ ഒരു ആൾക്കൂട്ടം കണ്ടാലും ഉടനെ ചാടി ഇറങ്ങിയിട്ട് പോവുക, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, അതാണ് ഇപ്പോഴത്തെ ഒരു ക്രേസ്. കാരണം എവിടെ എന്ത് കണ്ടെന്ന് പറഞ്ഞാൽ അത് ഉടനെ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ വീഡിയോ ആക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൊട്ടാരക്കര വന്നു. കൊട്ടാരക്കര എത്തിയപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ നടക്കുകയാണ്. ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ കഥകളിയോ അത്യാവശ്യം വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല.
വേറൊന്നും കൊണ്ടല്ലേ കയറാഞ്ഞത്. എനിക്ക് പണ്ട് അന്നേരം ഉത്സവം നമ്മൾ കൊച്ചിയിലേക്ക് ഉത്സവത്തിന് പോകുന്നേ പോലെ ഇതുപോലുള്ള കടകളും കാര്യങ്ങളൊക്കെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം. പരിപാടി കാണുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം ഇങ്ങനെയൊക്കെ കാണുന്നതാണ്. അതിപ്പോഴും അത് തന്നെ. ഇപ്പോഴും ഏതമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യമേ കാണുന്നത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കടകളും കാര്യങ്ങളൊക്കെയാണ്. അതെന്തോ ഒരു മനസ്സിന് പ്രത്യേകം നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും ഒരുപാട് കടകളുണ്ട് കേട്ടോ. കാര്യം ഗ്ലാസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ബാഗ് കളക്ഷന്, അതുപോലെ തന്നെ വള, മാല, കമ്മലൊക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ പാനിപ്പൂരിയുടെ ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാളായിട്ട് എനിക്ക് ഗണപതി അമ്പലത്തിലെ ഉത്സവം ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ഒന്നെങ്കിൽ നാട്ടിൽ കാണത്തില്ല, അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല. അങ്ങനെ ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നാളെയാണ് ഇവിടുത്തെ പരിപാടിയൊക്കെ, അവസാനത്തെ ഉത്സവമൊക്കെ നാളെയാണ്. കെട്ടുകാഴ്ച, അതുപോലെ തന്നെ ഘോഷയാത്രയൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തുപോലെ ഞാനിപ്പോൾ നാളത്തെ ഇതോടെ കഴിഞ്ഞിട്ട് ഞാൻ പത്തനംതിട്ടയിലോട്ട് തിരിച്ചു പോകുന്നുള്ളൂ, എൻ്റെ വീട്ടിലോട്ട്. ശരിക്കും പറഞ്ഞാൽ നാളത്തെ പരിപാടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, ഇനിയിപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പള്ളിയിൽ റാസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ പോയി എടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി റാസയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണം. അങ്ങനെ നടന്ന് വിശപ്പായി കേട്ടോ. ഇനി എവിടെയെങ്കിലും പോയി നല്ല രീതിക്ക് തട്ടണം. അങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട് പറ്റിയ തട്ടുകട തന്നെ. അങ്ങനെ തട്ടുകടയെ നോക്കി നടന്ന്, അങ്ങനെ തട്ടുകട തപ്പി നടന്നപ്പോൾ നല്ലൊരു തട്ടുകട കിട്ടി. അങ്ങനെ തട്ടുകട കയറിയിട്ട് തട്ടുദോശയും ചമ്മന്തിയും ചട്നിയും എല്ലാം കൂട്ടി നല്ലൊരു തട്ടങ്ങ് തട്ടി. അപ്പം വേണ്ട നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് തീരുന്നു. ഇനി അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് നാളെ വീണ്ടും കാണാം.